എനിക്കൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതൊന്ന് നോക്കാവോ വാസുവേട്ടാ? പക്ഷേ ഈ അവസ്ഥയിൽ മോളെങ്ങനെയാ? അതൊന്നും സാരല്ല വാസുവേട്ടാ. മുന്നോട്ട് പോണമെങ്കിൽ എനിക്കൊരു ജോലി വളരെ അത്യാവശ്യ. എത്ര നാളാന്ന് വെച്ചാ വല്ലവരുടെ ഔദാര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നേ. തന്റെ അമ്മാവനൊക്കെ വളരെ തരം താഴ്ന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഞാനത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും എനിക്ക് അപ്പം വലിയ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അമ്മാവനെ നന്നാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലടോ. അമ്മാവനെ മാത്രമല്ല, അമ്മാവന്റെ മകളെ. എന്തായി പണത്തിന്റെ കാര്യം? എന്തെങ്കിലും സൂചന കിട്ടിയോ? ഒരു സൂചനയും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനേ പോയിട്ടില്ല. ഒരുപക്ഷെ കള്ളം കപ്പലിൽ തന്നെ ഉണ്ടാവും. ഇനി അവളെ കൊണ്ടുവരുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി വേറെ വഴി വല്ലതും നോക്കേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ ബുദ്ധിയല്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ, തീർത്തേക്കാം. അതിനു പുറകെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് നമുക്കറിയാത്തതാണോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലെ തീർക്കാനൊക്കെ വലിയ റിസ്ക് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആലോചിച്ച് വിഷമിക്കണ്ട. സോറി, അയാൾ ഇവിടെ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ? ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടക്കുമ്പോ എന്റെ കുഞ്ഞിനെയും കൂടി അതിനിടയിൽ കൊണ്ടിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എടോ, താൻ എന്തായി പറയുന്നേ? ആക്സിഡന്റ് നടക്കുന്നതിന് മുമ്പ് അറിയാൻ കഴിയുമോ? കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്റെ മോള് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ വയ്യാത്തൊരു കുഞ്ഞാണ്. നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടല്ലേ ഞാൻ എന്റെ മോളെ അവിടെ വിട്ടിട്ട് പോയത്. എന്നിട്ടിപ്പോ എന്റെ കുഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ? മുകുന്ദൻ മേനോന്റെ രക്ഷാകവചം രജിതയ്ക്കും കുടുംബത്തിനും തുണയാകുമോ? കാര്യം നടന്ന തന്ന വാക്ക് അത് മാത്രം പാലിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ ഉണ്ടാവില്ല. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്തിയ മാന് വെറും ഒരു വഴിപോക്കനോ അതോ വഴികാട്ടിയോ? പണത്തിന്റെയും ബന്ധങ്ങളുടെയും പേരിൽ നടക്കുന്ന ഈ പോരാട്ടത്തിന്റെ സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.